മുതൽ മുടക്കില്ലാത്ത ലോകത്തെ ഏറ്റവും നല്ല ബിസിനസ് അതാണ് ഈ ഹോം സ്റ്റേ. പിന്നെ നിനക്ക് വിദേശികളുമായിട്ടുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ. എടാ ചിലപ്പോ നിന്റെ ഭാഗ്യത്തിന് അവര് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കും. എങ്ങോട്ട്? ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക. അങ്ങനെ എത്ര കാശ് ഞാൻ കൊടുക്കും. എടാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഹോം സ്റ്റേ ബെസ്റ്റ് പരിപാടിയാണെന്ന്. എടാ ആണിന്റെ ഭാഗ്യവും പെണ്ണിന്റെ മനസ്സും എപ്പോഴാ മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഹോം സ്റ്റേ. ഓഹോ ആഹാ. തീവണ്ടി കോഴിപ്പായും തീവണ്ടി കക്കര് മൊത്തം തീവണ്ടി 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 കോഴിപ്പായും തീവണ്ടി മൊത്തം തീവണ്ടി 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 തീവണ്ടി. Come on, dance, baby. Yeah, yeah, yeah. Will you marry me? Amme. She's my mother. Mother, this is my friend Julia. Hi, Hi. you're his mom? Oh, wow. You look so pretty. I'm also. ഏതാടാ ഈ പെണ്ണ്? This പെണ്ണ് നീ അകത്തേക്ക് വാ. ഞാൻ ഇവളെ കൊണ്ടാ. ഒറ്റയ്ക്ക്. അല്ലമ്മ ഇവളെ കൊണ്ട്. അതെ ഞാനേ. Sorry. She wants to discuss one personal matter. Just a moment. I'll get back to you soon. Okay, Bye. no problem then. If you change my I'll come soon, baby. ജോസി. Oh, What's next? coming, mommy. Yes, ma'am. Yeah, tell me. ഇതെന്ത് കോലാടാ ഇത്? നീ വല്ല കാവടിക്കും പോയോ? Oh, wow, this is my new style. മര്യാദയ്ക്ക് പറടാ. അമ്മ ഇതെന്റെ പുതിയ സ്റ്റൈലാന്ന്. അയ്യോ എന്ത് പറ്റി കയ്യില്? ഒന്നുമില്ല അമ്മ, പുതിയ സ്റ്റൈലാണ്, ഞാൻ പറഞ്ഞില്ലേ. എന്താടാ നിന്റെ ഉദ്ദേശം? അമ്മ വൈകിയാണെങ്കിലും ഞാൻ എല്ലാം തിരിച്ചറിഞ്ഞു. അമ്മയുടെ മകൻ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള മകനായി മാറി. എന്ത്? ഞാനില്ലേ ഒരു പുതിയ ബിസിനസ് തുടങ്ങി. ഹോം സ്റ്റേ അല്ല ഹോം സ്റ്റേ. അതിനു വേണ്ടിട്ട് ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ദിസ് കൈൻഡ് ഓഫ് ഡ്രസ്സിംഗ്. ഗോട്ട് ഇറ്റ് മാം? എന്തൊരു വരുമാനമുള്ള പരിപാടി എന്നറിയോ? യാ ഒബ്വിയസ്ലി. നമുക്ക് പ്രത്യേകിച്ച് യാതൊരു മുതൽ മുടക്കൂല. രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ കുറച്ച് ഒരാൾ കൂടി കരുതണം, അത്രേ ഉള്ളൂ. യാ ദാറ്റ്സ് ഓൾ. മോനെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെന്ന് ചാടരുത്. നീ ആ തോറ്റ വിഷയം രണ്ട് എഴുതിയെടുക്ക്. അമ്മേ, ഈ തോറ്റ വിഷയത്തെ കുറിച്ച് കേട്ട് ഞാൻ തോറ്റു. നിന്നോട് പറഞ്ഞു ഞാനും തോറ്റു. അമ്മേ, എന്തായാലും വേറൊരു ബിസിനസ് വേണ്ട. വേറൊരാൾ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് ആർക്കറിയാം? സൽസ്വഭാവിയ എന്നെ പോലെ. wow, so sweet. പോടാ അവിടുന്ന്. See, I told you na. I told you. ബാങ്കിൽ നിന്ന് തുരുതുരാ വിളിയാ. ലോൺ ഡ്യൂസ് കെട്ടാൻ പറഞ്ഞ്. ആയിഷയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം മേടിച്ചു. അതെങ്ങനെ കൊടുക്കുന്ന? അതാണ് ഞാൻ പറഞ്ഞത്. അമ്മ ഈ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാതെ മാസം 10,000 രൂപ കയ്യിലിരിക്കും. ക്ലയൻസിന് നമ്മുടെ ബ്രിട്ടാസ് കൊണ്ട് തരും. പിന്നെ ഒരു മാസത്തിനുള്ളിൽ ഐഷാനിയുടെ പൈസയോ ലോൺ ഡ്യൂസോ എന്താന്ന് വെച്ചാൽ ഈ ജോസി അടച്ചു തീർത്തിരിക്കും. നാട്ടുകാർ നോക്കുമ്പോ എന്താ, വലിയ വീട്, 2 പേര് ഒറ്റയ്ക്ക് താമസിക്കുന്നു, അവർക്ക് എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന്. നമ്മുടെ കാര്യം നമുക്കല്ലേ അറിയുള്ളൂ. അമ്മ ഒരു കാര്യം ഞാൻ പറയാം. അമ്മ ഈ പിള്ളേര് കളി നിർത്തണം. ജീവിതത്തെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണും. Hey, Josie! Yeah, I'm coming to you. മോനെ ഒന്ന് എണീക്കടാ. ഇവന്റെ ഒരു ഉറക്കം. 9 മണിയായിട്ടുള്ളൂ. അലമാരയില് വീടിന്റെ ലോൺ അടയ്ക്കാൻ വെച്ച കാശ് കാണുന്നില്ല. ഇല്ലടാ, ഇന്ന് അടയ്ക്കാനുള്ളതാ. ആ പെണ്ണിനെയും കാണാനില്ല. ആ പെണ്ണിനെ കാണാനല്ലേ? ഇനി അവളെങ്ങാനും. അമ്മ എന്ത് മണ്ടത്തര പറയണേ. അമ്മ അവള് സ്വിറ്റ്സർലൻഡുകാരിയാണ്. നമ്മുടെ നക്കാപ്പിച്ചൊന്നും കിട്ടിയിട്ട് വേണ്ട. അമ്മ സ്വിസ് ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ട്. അവക്ക് അവിടെ അക്കൗണ്ട് ഉള്ളതല്ലേ. ആ ചെക്കല്ലേ എനിക്ക് ഇന്നലെ തന്നത്. അയ്യോ അയ്യോ, എന്റെ പേഴ്സ് അവിടെ. അമ്മ എന്താടാ? ഒരു പേഴ്സ് കാണാനല്ലോ അതിന്റെ അതല്ലേ ഞാൻ പറഞ്ഞത്. അയ്യോ അമ്മ സത്യം പറ, അമ്മ എടുത്താ. എന്താടി പറയുന്നേ? അയ്യോ അവിടെ എത്തിയല്ലോ. ഞാൻ പറഞ്ഞില്ല അവള് പോലീസ്. ഈ കമ്പിയിലാണ് ഈ വീട് താങ്ങി നിർത്തിരിക്കുന്നത്. കൊള്ളാം. അയ്യോ ഇത് അയാളല്ലേ? പത്മയുടെ വീടല്ലേ? അമ്മ പേടിക്കണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. പറയൂ സാർ. ഇങ്ങോട്ട് ഇറങ്ങിക്കടാ. നിനക്കെന്താ കാര്യം? സാർ ഇത് എന്റെ വീടാണ് സാർ. സാർ എന്താ ഇവിടെ? ഓഹോ അങ്ങനെയാണല്ലേ. ഇവിടെ ജോലി എന്ന് പേരുള്ള ജോലിയല്ല സാർ, ജൂലി. ജൂലി എന്ന് പേരുള്ള ഒരു വിദേശി ജീവിച്ചിരുന്നോ? ജീവിച്ചിരുന്നോന്നല്ല സാർ, താമസിച്ചിരുന്നോ? ഉണ്ടായിരുന്നു സാർ. SI സാർ 2 പേരോടും ഇന്ന് തന്നെ സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ ആദ്യമായിട്ടാ. എന്താടാ മരം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ?
നിനക്കൊന്നും നാട്ടിലുള്ള പെൺപിള്ളേര് പോരടാ. കുറെ ദിവസമായി ആ പെണ്ണ് നിങ്ങളുടെ വീട്ടിലാ താമസം എന്നുള്ള സത്യമല്ലടാ. അയ്യോ കുറെ ദിവസം ഒന്നും ആയില്ല സർ, ഇന്നലെ വന്നത്. അവര് ബ്രിട്ടാസിന്റെ ഫ്രണ്ടാ. തനിക്ക് എങ്ങനെയാണോ അവരെ പരിചയം? മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. ഓ നീ എന്താ ആളെ കളിയാക്കുന്നോ? അല്ല സാർ, തത്തമ്മ പറയും പോലെ പറയാൻ പറഞ്ഞു. ഇവനെ എങ്ങോട്ട് വിട്ടാ സാർ? തത്ത പറയുന്ന പോലല്ല, താറാ പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കാം. അയ്യോ അതും എനിക്കറിയാം സാർ. സത്യം പറയടാ, നിനക്ക് എങ്ങനെയാ അവരെ പരിചയം? ഞാൻ വഴി വെച്ച് കണ്ടതാണ് സാർ. എടാ എന്നിട്ടാണോ നീ ആള് നല്ല പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞത്? അതവരുടെ മുഖലക്ഷണം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി സാർ. എടോ, അവർക്ക് മയക്കുമരുന്ന് കച്ചവടമാണ്. നിങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണവും ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. ഗോതമ്പുണ്ട, മനസ്സിലായോടാ? അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. അല്ല സാർ, അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വക്കീലിന് ഏർപ്പാടാകണ്ടേ? മര്യാദക്ക് നിന്നില്ലേ അഴി എണ്ണിക്കും. ജനലിന്റെ ആണ്. ജനലിന്റെ അല്ലടോ, പിന്നെ? ജയിലിന്റെ. ഞാൻ എണ്ണാൻ സാർ. ഒരു പരിചയം ഇല്ലാത്ത അവരെ എന്ത് അടിസ്ഥാനത്തിലാ നിങ്ങൾ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചേ? ഹോം സ്റ്റേ ആയതുകൊണ്ടാ സർ. ഹോം സ്റ്റേ ഓക്കെ, എന്നാ പാസ്പോർട്ട് കോപ്പി, അവരുടെ അഡ്രസ് ഡീറ്റെയിൽസ്, സി ഫോം എവിടോ? ഒരു വിദേശിയെ ഹോം സ്റ്റേ ആയിട്ട് താമസിപ്പിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇതൊന്നും അറിയാതെ ഓരോ പരിപാടികൾ ഒപ്പിച്ചോളും. അത് സർ, എന്റെ നിർബന്ധം കൊണ്ട് അവൻ തുടങ്ങിയത്. തെറ്റെന്റെയാ. നിങ്ങൾ ഒരു പക്വതയുള്ള സ്ത്രീയല്ലേ? ഇതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ നിങ്ങളോട് അറിയണ്ടേ? 2 പേരല്ലേ ഉള്ളൂ. എന്തിനാ മേഡം പണത്തിനോട് ഇത്ര ആർത്തി? ഉള്ള പണിയും ചെയ്ത് അങ്ങ് ജീവിച്ചാ പോരെ? സോറി അമ്മ. അമ്മ എന്തിനാ അയസയോട് അമ്മ പറഞ്ഞിട്ടാന്ന് പറഞ്ഞ? നിന്നെ ഓരോന്ന് പറയണ കേട്ടപ്പോ സഹിച്ചില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പോലീസ് സ്റ്റേഷൻ കയറണത്. അവരുടെ നോട്ടവും സംസാരവും ഞാൻ ആകെ ചൂളിപ്പോയി.